എൻ്റെ പേര് എൽദോസ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാരുതിയുടെ ബലേനോ ഡെൽറ്റ മോഡലുകളിൽ വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റത്തെക്കുറിച്ചാണ്. നമുക്കതിൻ്റെ സെറ്റിങ്ങുകൾ അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സ്വിച്ചുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇത് പവർ സ്വിച്ചാണ്. ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. ഇത് ട്യൂണ് ട്രാക്ക് ബട്ടണുകളാണ്. ഇത് അപ്പ് ചെയ്യാനും ഇത് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇട സൈഡിൽ കാണുന്ന ഇത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് കൂട്ടാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂടുകയും കുറയുകയും ചെയ്യും. താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ റേഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ AM മോഡാണ്. നമുക്കിതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് FM മോഡിലേക്ക് ചേഞ്ച് ആവും. ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് FM1, FM2, AM ഇങ്ങനെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്വിച്ച്. അടുത്തായിട്ടുള്ള മീഡിയയിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്താണ്. ഇതിൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പെൻഡ്രൈവ് വഴി കണക്ട് ചെയ്യുന്ന ഓഡിയോ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മീഡിയ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. ഇപ്പോൾ ഇതിൽ ബ്ലൂടൂത്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ബ്ലൂടൂത്ത് മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള മ്യൂസിക് പ്ലേ ആവുന്നതാണ് കാണുന്നത്. അടുത്ത് സെറ്റപ്പ് ബട്ടണാണ്. സെറ്റപ്പ് ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മ്യൂസിക്കിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിപ്പീറ്റ് നമ്മുടെ ആ സെയിം പാട്ട് തന്നെ വീണ്ടും കേൾക്കണമോ എന്നുള്ളതാണത്. പിന്നെ റാൻഡം, പിന്നെ സൗണ്ട് സെറ്റിംഗ്, ബ്ലൂടൂത്ത് സെറ്റിംഗ്, സിസ്റ്റം സെറ്റിംഗ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റപ്പിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഹോമിലിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സെറ്റപ്പിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് സെറ്റിങ്ങിൽ ഇതാണ് എൻ്റർ ബട്ടൺ. ഇത് നമ്മൾ സെറ്റപ്പ് എടുത്തു. ഇവിടെയാണ് എൻ്റർ ബട്ടൺ വരുന്നത്. നമ്മൾ സൗണ്ട് എടുത്തു, ഇതിൽ എൻ്റർ അടിക്കുക. ഇത് നമ്മൾ സെറ്റപ്പിൽ ഏത് ഇതിലാണ് വേണ്ടത്, റോക്കാണോ, ജാസാണോ, പോപ്പാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതാണോ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവും. തൊട്ട് താഴെയുള്ളത് ബാസ് സെറ്റ് ചെയ്യാൻ, ട്രബിള്, ബാലൻസിങ്, ഫാഡർ, AVC ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് സെറ്റപ്പിലാണ്. അടുത്തതായിട്ട് ഉള്ളത് ചാനൽ അല്ലെങ്കിൽ ഫോൾഡർ ബട്ടണാണ്. നമ്മളിത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെൻഡ്രൈവ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫോൾഡറുകൾ, ഓരോ മ്യൂസിക്കുകൾ, ഓരോ ഫോൾഡർ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് ആ ഫോൾഡറുകളെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചാനൽ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇതിൽ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലിസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിതിൽ പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന ചാനൽ ലിസ്റ്റുകൾ 6 ചാനൽ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ അകത്ത് റേഡിയോ നമുക്ക് FM1 നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ചാനൽ ലിസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 6 സ്റ്റേഷനുകൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ സൗണ്ട് സെറ്റിംഗ് മാത്രമാണ് കണ്ടോളൂ. ബ്ലൂടൂത്ത് സെറ്റിംഗ്, സിസ്റ്റം സെറ്റിംഗ്, അങ്ങനെ 2 സെറ്റിംഗ് കൂടി ഉണ്ട്. അതിന് ബ്ലൂടൂത്ത് സെറ്റിംഗ് എടുത്തിട്ട് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പ് ബ്ലൂടൂത്ത് സെറ്റപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ പെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ എൻ്റെ ഫോൺ ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഡിസ്കണക്ട് ഓൾ ഡിവൈസ് എന്ന് ചോദിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയറിങ്ങിന് വരും. ലിസ്റ്റ് ഫോൺ, ഇതിൽ ഇപ്പോൾ ഒരു ഫോണാണ് കണക്റ്റ് ആയിട്ടുള്ളൂ. ഇനി എത്ര ഫോൺ ഇതിൻ്റെ അകത്ത് കണക്റ്റ് ആയതുകൊണ്ട് ആ ലിസ്റ്റ് മൊത്തം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ലിസ്റ്റ് ഓഡിയോ, അതുപോലെ ഇതിൻ്റെ പാസ് കീ, നമ്മൾ ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഒരു കീ ആവശ്യപ്പെടും. അതാണ് നമുക്ക് പറയുന്നത്, നമ്മുടെ ഫോണിലൊരു കീ ചോദിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. നമുക്കിത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ കീ നമുക്ക് കൊടുക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 000 ആണ് കിടക്കുന്നത്, നമുക്കത് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണിത്. പിന്നെ ബ്ലൂടൂത്ത് ഓണാക്കി വെക്കണം, ഓഫാക്കി വെക്കണം എന്നുള്ളത്
പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഇൻഫർമേഷൻ, ഇനീഷ്യലൈസേഷനിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് HF സൗണ്ട് സെറ്റിംഗ്. HF എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയാണ്. അത് ബ്ലൂടൂത്ത് റിലേറ്റഡ്, അത് ബ്ലൂടൂത്തും ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസിയിലുള്ള സെറ്റിങ്സാണ് പറയുന്നത്. അതുപോലെ തന്നെ കാർ ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഓൾ ഇനീഷ്യലൈസേഷൻ. നമുക്ക് ഈ പറയുന്ന ബ്ലൂടൂത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇനീഷ്യലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്തിലുള്ള സെറ്റിങ്സുകളെല്ലാം ഒന്നുകൂടി റീസെറ്റ് ആവും. ഓക്കെ, ബ്ലൂടൂത്തിൽ വരുന്ന അടുത്ത സെറ്റപ്പാണ് സെറ്റ് ഓഫ് ടെലഫോൺ. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഫോൺ ബുക്കിൻ്റെ സെറ്റപ്പാണ്. ആഡ് കോണ്ടാക്റ്റ്, ഡിലീറ്റ് കോണ്ടാക്റ്റ്. നമുക്ക് കോണ്ടാക്റ്റുകൾ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി സെറ്റപ്പ് കോൾ ഹിസ്റ്ററി ഓവർ റൈറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. പിന്നെയുള്ളത് സെറ്റപ്പ് സ്പീഡ് ഡയൽ. നമുക്ക് സ്പീഡ് ഡയൽ സെറ്റ് ചെയ്യാം, അതുപോലെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെയുള്ള HF സൗണ്ട് നമ്മൾ പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി സെറ്റിങ്ങുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കോൾ വോളിയം, അതായത് നമുക്ക് ഒരു ഇൻകമിങ് കോൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഗോയിങ് കോൾ പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ ഇങ്ങോട്ട് കേൾക്കുന്ന വോളിയം അത് നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിംഗ് ടോണിൻ്റെ വോളിയം, നമ്മുടെ സ്റ്റീരിയോയുടെ സെയിം വോളിയം ആയിരിക്കില്ല ഇതിൻ്റെ അകത്ത് വരിക. ഇതിൽ എത്രയാണോ നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വോളിയം ആയിരിക്കും ഇതിൻ്റെ അകത്ത് കേൾക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്ങാണ് ഇതിൽ വരുന്നത്. രണ്ട് സെറ്റിങ്സുകൾ അതിൽ വരുന്നത്. പിന്നെ ഓട്ടോ ട്രാൻസ്ഫർ, നമ്മുടെ ഫോണിലുള്ള കോൺടാക്റ്റുകൾ ഇതിലേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫർ ഓൺ ഓഫ് പറയുന്നത്. ഇനിയുള്ള സിസ്റ്റം സെറ്റപ്പാണ്. നമുക്കിത് എൻ്റർ കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ സ്ലൈഡ് ഓൺ എന്ന് വെച്ചാൽ നമ്മൾ വോളിയം കൂട്ടും കുറയ്ക്കും ചെയ്യുമ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നെങ്കിൽ പ്രസ് ചെയ്യാം അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ലൈഡിങ് ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല, പ്രസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെയുള്ളത് SW സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ടച്ച് പാനലിൽ സെൻസിറ്റിവിറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴുള്ള സെൻസിറ്റിവിറ്റി അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുന്ന വഴി തന്നെ നമുക്കത് വർക്കാവും. ലോ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ടച്ച് പാനലിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് SW സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് സെറ്റപ്പിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലുള്ളൊരു ബട്ടൺ എന്ന് പറയുന്നത് AS അല്ലെങ്കിൽ ബാക്ക് ബട്ടണാണ്. നമ്മൾ ഏത് ഓപ്ഷൻ ഓൺ ആക്കിയാലും നമ്മൾ ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ബട്ടണാണ്. ഇതെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് സിസ്റ്റം ഫുള്ള് ബാക്കിലേക്ക് വരും. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് AS എന്ന് വെച്ചാൽ ഓട്ടോ സ്റ്റോറാണ്. നമ്മുടെ റേഡിയോ നമുക്ക് ഓരോ സ്റ്റേഷനുകളും സെർച്ച് ചെയ്ത് സേവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഓട്ടോ സ്റ്റോർ. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റോർ സ്റ്റാർട്ടാവും. അപ്പോൾ ഓരോ സ്റ്റേഷനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്ത് സേവ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 6 ചാനലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവായി. അപ്പോൾ നമ്മുടെ മിക്ക വണ്ടികളിലും ഈ ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓട്ടോ സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാനുവലായിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്ത് എല്ലാം ഓരോ ബട്ടണിൻ്റെ കൂടെ സേവ് ആവും. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, നമ്മൾ ഒന്നിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 91.9, 93.5, 95.3, 102.30, 105.60, 107.50 ഇങ്ങനെ ചാനലുകൾ ഓട്ടോമാറ്റിക്കായി സേവ് ആയിരിക്കുന്നത് കാണാം. പിന്നെ ഇതിലുള്ള ലാസ്റ്റ് ബട്ടണാണ് ഡിസ്പ്ലേ അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ. നമ്മൾ വേറെ സ്ക്രീനിലാണ് എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് ഡിസ്പ്ലേയിലേക്ക് വരുന്നതിന് വേണ്ടി ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എൻ്ററിന് വേണ്ടിയിട്ടുമാണ് ഈ ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീറിംഗ് വീലിലുള്ള ബട്ടണുകളെ പരിചയപ്പെടാം. നമ്മൾ സ്റ്റീറിങ്ങിൻ്റെ ഇടത് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന 3 ബട്ടണുകൾ. ഒന്ന് ബ്ലൂടൂത്ത് ബട്ടൺ. ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ സ്റ്റീരിയോയിൽ ബ്ലൂടൂത്തിൻ്റെ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഓൺ ഹുക്ക് ബട്ടണാണ്. അതായത് നമ്മൾ കോള് വന്നാൽ എടുക്കുന്നത് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോള് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെയുള്ളത് ഓഫ് ഹുക്കാണ്. നമ്മൾ കോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബട്ടണാണ് ഇത്.
പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഉള്ള ബട്ടൺ. ഇത് നമുക്ക് ചാനലുകൾ ചേഞ്ച് ചെയ്യാം, അതുപോലെ ഫോൾഡറുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഇത് മോഡുകൾ ചേഞ്ച് ചെയ്യാനായിട്ട്, അതായത് ചാനലുകൾ, ബ്ലൂടൂത്ത്, USB അങ്ങനെയുള്ള സംഭവങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. ഈ വീഡിയോയിൽ ഈ മ്യൂസിക് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളും പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.